നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു Q&A ഇട്ടുണ്ടായിരുന്നു കുറെ നാൾക്ക് മുമ്പ് ഇട്ടത്. അപ്പൊ Q&A പാർട്ട് 1 ചെയ്തിട്ടുള്ളൂ. പാർട്ട് 2 ഇപ്പൊ ഇന്നാണ് ചെയ്യാൻ പോണോ. അപ്പൊ അതിനകത്ത് പാർട്ട് 2 ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി എക്സ്പീരിയൻസ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് UAE-ലായിരുന്നു. ഡെലിവറി അല്ല, പ്രഗ്നൻസി. ഡെലിവറി നാട്ടിലായിരുന്നു. രണ്ടാമത്തെയും നാട്ടിലായിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ആ ഒരു അവസ്ഥ വേറെ ആർക്കും വരില്ലേന്ന് നമ്മൾ പ്രാർത്ഥിച്ചാണ്. നമുക്ക് ആ സമയത്ത് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടാവും, ചേട്ടാ ഇൻഷുറൻസ് ഇല്ലാണ്ട് എങ്ങനെയായിരുന്നു പ്രഗ്നൻസി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് 2021 ടൈമിൽ ഞാൻ ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ജിമ്മിൻ്റെ. അപ്പോൾ ആകെ 3-4 ക്ലയൻ്റ് ഉള്ളൂ എനിക്ക്. അത്രയും ക്ലയൻസും കാര്യങ്ങളൊന്നുമില്ല, ലൈസൻസ് ഇല്ല, വണ്ടിയില്ല. ഫുള്ള് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നും ഓടിയും ടൈം നോക്കിയിട്ടൊക്കെ. ഇല്ല, 21 സൈക്കിളില്ല. സൈക്കിൾ എടുക്കുന്നത് 23-ലാണ്. സൈക്കിളില്ല, ഫുള്ള് നടന്നും മെഴുകിയേക്കാണ് കരാമ്പിൽ മൊത്തം. അപ്പോൾ ആ സമയത്താണ് 2021 ജോലി നോക്കിയിട്ട് വൈഫിനെ കൊണ്ടുവരുന്നു. വൈഫ് ഉണ്ടായിരുന്നു കൂടെ, അനിയനുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സ്വന്തം അനിയനുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ അന്നൊരു ഷെയറിംഗ് റൂമിലായിരുന്നു. ആ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ റിയാസ് കട റൂമായിരുന്നു കേട്ടോ, കരാമേ തന്നെ. അപ്പോൾ നല്ലൊരു ഫാമിലി ആയിരുന്നു അവർ. ഹസ്ബൻഡും വൈഫും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. തൊട്ടപ്പുറത്തെ റൂമിൽ അവർ, നമ്മളിവിടെ വേറെ റൂമിൽ അവരൊരു കസിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലീസ് ആയിരുന്നു കരാമേലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വിസിറ്റ് ആയിരുന്നു. വിസ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോലി കിട്ടുമ്പോൾ വിസ അടിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നേ. അപ്പോൾ ആ സമയത്ത് അനിയനും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള സമയം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുന്നില്ല. ഞങ്ങൾക്ക് പ്രൈവസി ഉണ്ടായിരുന്നില്ല. എപ്പോഴും അനിയൻ കൂടി ഉണ്ടാവും ഞങ്ങളുടെ റൂമിൽ തന്നെ. അങ്ങനെ കുട്ടി എന്ന് പറഞ്ഞ സംഭവമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോയിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു വെളുപ്പിന് അനിയന് ഒരു ഇൻ്റർവ്യൂ. ഇത് പറയുമ്പോൾ ചിരി വരും. അനിയന് വെളുപ്പിനൊരു ഇൻ്റർവ്യൂ. അവൻ 6 മണിക്ക് എനിക്ക് പോയി. അവൻ വെളുപ്പിന് 6 മണിക്ക് പോയി. അപ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രൈവസി കിട്ടുന്നത്. അതിലാണ് ഏതപ്പം വരുന്നത്. ഏതപ്പൻ്റെ എൻട്രി അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഡെലിവറി എക്സ്പീരിയൻസ് ചോദിച്ചാൽ എനിക്ക് എല്ലാം പറയണം. എനിക്ക് അതൊന്നും മറച്ചു നോക്കാൻ പറ്റില്ല. നമ്മളെല്ലാം പറയണ്ടേ പറയുമ്പോൾ. അതിനകത്ത് നോണയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ എൻട്രിയിൽ, ആ മാസം എൻട്രിയിലാണ് നമ്മുടെ ഏതപ്പൻ്റെ വരവ്. ഇത് നമ്മൾ അറിയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളിത് അറിയണത് തന്നെ യാദൃശ്ചികമായിട്ട്. അതായത് December 1 ഇവളുടെ ബർത്ത്ഡേ. ഇവളും അനിയനും വരുന്നത് സെപ്റ്റംബറിൽ. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, എനിക്ക് തോന്നുന്നു ആ സെപ്റ്റംബറിലോ അല്ല ഒക്ടോബർ നവംബറിലെങ്ങാണ്ടാണ് അനിയൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ ഡിസംബറിൽ ഇവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ ഞങ്ങൾ സംസമിൽ പോയി മന്തിയൊക്കെ കഴിച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അടിച്ച് പൊളിച്ചൊക്കെ ആഘോഷിച്ചു, തകർത്തു. ബർത്ത്ഡേക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇവളെ ജിമ്മിൽ കൊണ്ടുപോയി നമ്മുടെ സെബുലി എയറോബിക്സ് കൊടുത്ത് തലകുത്തി മറച്ചൊക്കെ ഇട്ട് തവിട്ട് പൊടിയൊക്കെ എടുത്തേക്കുക. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ റൂമിലൊരു മടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഫുള്ള് എടുത്ത് പൊക്കി റസലയും കളിക്കലും കരാമ പാർക്കിൽ പോയിട്ട് തട്ടിയിടലും ഉരുട്ടിയിടലൊക്കെ ആയിരുന്നു. ആ സമയത്ത് അന്ന് നമുക്ക് തീരെ മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പോഴാണ് കുറച്ചൊക്കെ മെച്യൂർഡായത്. കുറച്ച് മെച്യൂരിറ്റി ഉണ്ടേ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബർത്ത്ഡേ കഴിഞ്ഞു. അല്ല, ആദ്യം ജാസ്മിനാണ് പനി വന്നത്. എന്റെ പനി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ ഇവൾക്കൊരു പനി വന്നു. ഇവൾക്കൊരു പനി വന്നിട്ട് പനി മാറുന്നില്ല. അപ്പൊ നിങ്ങൾ അറിയിക്കുന്ന ആ സമയത്ത് 4 ക്ലയന്റ് ഉള്ളേ. ഈ 4 ക്ലയന്റിന്റെയും സെഷൻസ് ഒക്കെ തീർന്ന് പൈസ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയറാ. സെഷൻസ് തീർന്ന് കിട്ടണ്ടേ. അപ്പൊ 3 ദിവസമായി 4 ദിവസമായിട്ടും പനി മാറില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ നഹി ആ അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ 5-ാമത്തെ ദിവസം ഇപ്പോൾ പറഞ്ഞു, ചാച്ച എനിക്ക് തീരെ വയ്യ, എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ പറ്റില്ല, ഭയങ്കര ബാക്ക് പെയിൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ നോക്കാം, എന്നിട്ട് വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഒരു ഉച്ചയായപ്പോൾ എന്നെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ ഇങ്ങനെ ഛർദിച്ചു. പിന്നെങ്ങനെ അങ്ങനെയല്ല ഉണ്ടായേ. പനിയായിട്ട് ഞാൻ അവിടെ കിടക്കണേണ്. അപ്പൊ പനിക്ക് ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നു. പിന്നെ ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എണീറ്റ് കിച്ചണിൽ പോകുമ്പോ എനിക്ക് ഭയങ്കര അന്ന് ഇവിടെ ബസ്മതി റൈസാണ് ഇവർ യൂസ് ചെയ്യണത്. ആ ചോറ് രാവിലെ വെക്കുമ്പോ തുടങ്ങി എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റാണ്ടായി. ഇങ്ങനെ ഇങ്ങോട്ട് ഓക്കാനം വരാന്നൊക്കെ പറയില്ലേ, അതേപോലെയായി.
അങ്ങനെ ഒരു ദിവസം ഈ ഫുഡ് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ ഓടി ബാത്റൂമിലേക്ക്. എനിക്ക് ഏറ്റവും പേടി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് വൊമിറ്റ് ചെയ്യാന്നുള്ളത്. കാരണം എന്റെ വിചാരം വൊമിറ്റ് ചെയ്യുമ്പോ മൂക്കിക്കോടെ വായക്കോടെ ഒക്കെ വന്ന് ഞാൻ ചത്തുപോന്നുള്ള ഒരു പേടിയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ചാച്ചൻ അന്ന് ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് രാവിലെ ഒരു ദിവസം രാവിലെ എന്നിട്ട് നീയാണ് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വൊമിറ്റ് ചെയ്യാനായിട്ട്. ഇതിനൊന്നും ഓർമ്മയുണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ മണം പറ്റാണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ ചാച്ചന്റെ അടുത്ത് പറഞ്ഞു, ചാച്ചൻ എനിക്ക് സ്മെല്ല് പറ്റണില്ല, അരി മാറ്റുക എന്ന് പറഞ്ഞു. അപ്പൊ ചാച്ചൻ ഇങ്ങനെ കൺഫ്യൂഷനായി. സ്മെല്ല് നോക്കി ചാച്ചൻ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പൊ അതിലിങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മെല്ല് പറ്റൂല, അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നുള്ള കുറെ സിംറ്റംസ് ഒക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് മെസ്സേജ് ഇദ്ദേഹത്തെ തന്നെ ബേബി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇവള് ജമ്മണി സമ്മതിക്കല്ല, അല്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ ആകുമ്പോ ഈ അരി എപ്പോ വെക്കണോ അപ്പൊ എനിക്ക് ഛർദ്ദിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും. അങ്ങനെ ഒരു ദിവസം എനിക്ക് തീരെ പറ്റാണ്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് ഓടി. അപ്പൊ തന്നെ ചാച്ചനെ ഞാൻ വിളിച്ച്, ചാച്ചൻ വന്ന് പുറമൊക്കെ ഇങ്ങനെ തഴുകി തന്ന്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേരെ പോയി. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോ ഡോക്ടർ ചോദിച്ചു പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. പീരീഡ്സ് ആയത് എപ്പോഴാന്ന് ഡോക്ടർ ചോദിച്ചു. ഒന്നാമത് എനിക്ക് ഇല്ല, PCOD ഉള്ളതുകൊണ്ട് പീരീഡ്സ് കറക്റ്റ് ആയി വരാറില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല പീരീഡ്സ് എപ്പോഴാ വരുമ്പോ വരും പോകുമ്പോ പോകും അങ്ങനെയായിരുന്നു. ഇത് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയ, ശരിയാണല്ലോ കഴിഞ്ഞ മാസം പീരീഡ്സ് ആയിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് റെഗുലർ ആയിരുന്നില്ല, ഇടയ്ക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ട് വരും, ഇടയ്ക്ക് അത് ഇറഗുലർ ആവും, അതാണ് ഞാനത് കറക്റ്റ് ഒന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ക്യാരിയിങ് ആവാനാണ് ചാൻസ്, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. ഞാനിപ്പോൾ ഇവളോട് പറയുന്നുണ്ട് മിക്കവാറും കുട്ടിയായിരിക്കും, നമുക്ക് ഇത്രയും കഷ്ടപ്പാടിന്റെ ദൈവം തന്നൊരു സന്തോഷ വാർത്തയായിരിക്കും. അഫ്സാരിക്കയുടെ പിള്ളേരൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ചെറുത് അന്ന് കുഞ്ഞാണ് ഐസ രണ്ടുപേരുണ്ട്. അപ്പൊ അവര് കാരണോട്ട് എനിക്ക് പെൺകൊച്ചുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു ഇത് പെൺകുട്ടിയാ, ഉറപ്പിച്ച് എവിടെ ടെസ്റ്റ് റിസൾട്ടൊന്നും വന്നല്ല, പക്ഷെ ഞാൻ പെൺകുട്ടിയെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ രാവിലെ 5:30 ഇതുപോലെ ക്ലൈൻ്റ് ഉണ്ട്, സജ്ജി കിടക്കാന്ന് പറഞ്ഞ ക്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആള് വരും. ഇപ്പം ഞാൻ 5:15 എണീറ്റ് 5:30 ഫോൺ എടുത്ത് ഫസ്റ്റ് രാവിലെ തന്നെ മെസ്സേജാണ്. ഞാൻ എടുത്ത് നോക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. എൻ്റെ പുനെ എനിക്കിൻ്റെ സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം. അതപ്പം തന്നെ ഇവളോട് ഞാൻ പറഞ്ഞേ, അങ്ങനെ ഇവളോട് ഈ കാര്യവും പറഞ്ഞ് അപ്പം തന്നെ വീടുകളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഇവളുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു കുട്ടി വരാൻ പോകുന്നു, അങ്ങനെ അപ്പൂപ്പനാവാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അങ്ങനെ ചേച്ചി നേരെ വന്ന് ഓഫീസിൽ പോകാണ്ട് ചേച്ചി ഇങ്ങോട്ട് വന്ന് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചേച്ചി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് റൂമിലാക്കിയിട്ടാണ് ചേച്ചി തിരിച്ചു പോയത് കേട്ടോ. 1.5 മാസമായിട്ടുണ്ടായിരുന്നല്ലേ? 2 ആഴ്ച 3 ആഴ്ച എന്തോ വീക്കാന്ന് മാസമല്ല 2.5 വീക്കോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി. ഇത് ആണ് എന്ന് തോന്നിയ ആ ഒരു സമയത്ത് ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ്, അതായത് സിംറ്റംസ് ഒക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ചാച്ചൻ പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വന്നു. അത് നോക്കി 2 എണ്ണം നോക്കി, അത് 2 ആയിണ്ടായില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇത് അതൊന്നും. പിന്നെയാണ് ആ ഛർദിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടാ കാശ്, ഇവിടെ എവിടെ തൊടറ അവിടെ കാശ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തലകറക്കായി, വീഴ്ചയായി, ഛർദിയായി. അതായത് ഉമിനീര് ഇറക്കുമ്പോ പോലും ഞാൻ ഛർദിക്കുമായിരുന്നു. വെള്ളം കുടിക്കാൻ പറ്റൂല. അന്ന് ഞാൻ ആകെ നാരങ്ങ വെള്ളം കരിക്കൊക്കെയാണ് കുടിച്ചോണ്ടിരുന്നത്, കഞ്ഞി, അങ്ങനെ വേറെ ഒന്നും. ഈ കൈ കിടന്ന ആൾക്ക് എന്റെ മണം പറ്റുന്നില്ല. ഒരു സമയമായപ്പോ എനിക്ക് തോന്നുന്നു 2-ാം മാസം കണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ ചാച്ചനെ മാറ്റി കിടത്തി. കാരണം എനിക്ക് ചാച്ചന്റെ സ്മെല്ല് പറ്റുന്നില്ല. അപ്പോഴും ഞാൻ ഛർദിക്കുക തന്നെ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ചാച്ചന്റെ അനിയൻ ഉണ്ടായിരുന്നു, അവനാണ് ഫുഡും കാര്യങ്ങളും എല്ലാം അവനാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാച്ചന്റെ അടുത്ത് പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചിട്ട് അവന്റെ കൊടുത്ത്, അല്ലെങ്കിൽ ചാച്ചന് അവന് കൊടുത്തിട്ട് പോയി വാങ്ങിപ്പിക്കും. അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് ബെഡിൽ നിന്ന് അനങ്ങാൻ പറ്റില്ലായിരുന്നു. ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കും, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. അതേപോലെ മറ്റേ കവർ ഉണ്ടല്ലോ, വേസ്റ്റ് ഇടുന്ന കവറ്,
അതിങ്ങനെ ഒരു റോള് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത് ബെഡിൽ എണീക്കുക, ഛർദിക്കുക, കെട്ട കൊണ്ട് കളയാ, ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഒരു റോള് കവർ ഉണ്ടാവും എന്റെ കയ്യിൽ. ആ സമയത്താണ് മുഖത്ത് അത്രയും കുരു. പിന്നെ 2-ാം മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മുഖത്തൊക്കെ നല്ലോണം കുരു വരാൻ തുടങ്ങി. അതായത് കണ്ണും ചുണ്ടും മാത്രം ബാക്കി എന്ന രീതിയിൽ, കണ്ട അറപ്പ് തോന്നുന്ന രീതിയിൽ കുരു വരാൻ തുടങ്ങിട്ടോ. ഞാൻ വിചാരിച്ചില്ല ഈ കുരുക്കെ ഇനി മാറുമെന്നൊരു വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതേപോലെ കുരു അതിന്റെ കുറെ പേര് പറഞ്ഞു ഇത് പ്രഗ്നൻസി ആകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കാരണം വന്നതാണ്. പലർക്കും ഈ പ്രഗ്നൻസി ഗ്ലോ എന്നൊക്കെ പറഞ്ഞു വരുമല്ലേ. എനിക്ക് ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖത്തെ കുരുവായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വരാനോ ഫുൾ ടൈം മാസ്ക് ആയിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. കാരണം കാണുമ്പോ എല്ലാവരും അയ്യേ എന്ന് വിചാരിക്കും, അത്രയും കുരുവായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3 മാസത്തോളം ഞാൻ വീട്ടിൽ തന്നെ അടയിരിക്കും. 5-ാം മാസം ആദ്യത്തെ ഒരു 3 മാസം ഞാൻ എങ്ങും പോയില്ല, റൂമിനകത്ത് തന്നെയായിരുന്നു. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സ്മെല്ലൊന്നും പറ്റൂല. ഷെയറിങ് ആയതുകൊണ്ട് തന്നെ അപ്പുറത്തെ റൂമിലൊക്കെ ഫുഡ് വെക്കുമ്പോൾ ആ സ്മെല്ല് എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഡോറ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുള്ളൂ. ഇവരാണെങ്കിൽ ചാച്ചൻ രാത്രി വരുമ്പോൾ ഫുഡ് കഴിക്കാൻ റൂമിൽ വന്നിരിക്കും, ആ സ്മെല്ല് എനിക്ക് പറ്റൂല. ഞാൻ പറയും കിച്ചണിൽ പോയിരുന്ന് കഴിച്ചോളാൻ പറയും. സത്യം, എനിക്കൊന്നും പറ്റണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ നമുക്ക് ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു കുട്ടി വരാമോ സന്തോഷത്തിലിരിക്കുമ്പോ ഇവള് ആ സമയത്ത് കയ്യിൽ നിങ്ങൾ ആലോചിക്കണേ, കയ്യിൽ 10ന്റെ പൈസ എടുക്കാൻ സമയത്താണ് രാത്രിയാകുമ്പോൾ പറയും ഇന്ന് ഇത് കഴിക്കണം, ഏത് ബ്രെഡ് ബീഫ് സ്റ്റൂ, എന്നും ബ്രെഡ് ബീഫ് സ്റ്റൂ ആണ് കായലോർത്ത് സ്റ്റൂവും അപ്പവും. അതൊക്കെ ആ സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഇല്ല. അതേപോലെ തന്നെ എന്നാലും എനിക്കൊരു കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും പറഞ്ഞത് ആ മറ്റേ കായലോരത്തെ സ്റ്റൂവും അപ്പമാണ്. അപ്പൊ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോയി എനിക്ക് അറിയാൻ പാടില്ല കാശില്ലാത്ത സമയത്തൊക്കെ. പിന്നെ അതുപോലെ ടോണി ചേട്ടൻ അന്ന് അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ടോണി ചേട്ടന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഓടി വേഗം ഫുഡ് കൊണ്ടുതരും. ലഞ്ചപ്പം കൊണ്ടുതരും. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതേപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറി ചേട്ടൻ വരും, ജാക്സൺ ചേട്ടൻ വരും. ചാച്ചന്റെ ക്ലയൻസ് ആണ് അവരൊക്കെ. ഇവരൊക്കെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. വണ്ടിയില്ല, ടാക്സി കൊടുക്കാൻ കാശുമില്ല. അപ്പൊ അതേപോലെയുള്ള സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ആ സമയത്ത് ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളെ കാണിച്ചിരുന്ന ആസ്റ്ററിലായിരുന്നു. അപ്പൊ കൺസൾട്ടേഷൻ 250 dirhams എന്തോ ആയിരുന്നു കൺസൾട്ടേഷൻ അല്ലേ, 250 dirhams കൺസൾട്ടേഷൻ. പിന്നെ അവിടെ മിക്കപ്പോഴും ട്രിപ്പിടൽ തന്നെ, എപ്പോഴും ട്രിപ്പിടണം. ഇത് ഛർദിക്കും, വയ്യാണ്ടാവും, കിടപ്പാവും, കൊണ്ടുപോകും, വരും, കൊണ്ടുപോകും, വരും. ആ സമയത്തൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ആ സമയത്ത് പൈസ ഇല്ലാണ്ട് ഇതൊക്കെ എങ്ങനെ നടന്നു പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അല്ല, ലാസ്റ്റ് വന്നിട്ട് അവിടുത്തെ നഴ്സുമാർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, കാരണം എനിക്ക് വെയിൻ കിട്ടണുണ്ടായിരുന്നില്ല ട്രിപ്പ് ഇടാനായിട്ട്. എനിക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് അവരെന്നെ പറഞ്ഞു വെള്ളം നല്ലോണം കുടിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം കുടിച്ചാലും ഞാൻ ഛർദ്ദിച്ചു പോവാ. എന്നിട്ട് കരിക്ക കുടിച്ചോണ്ടിരുന്നത്. അപ്പൊ ട്രിപ്പ് ഇടാൻ പോലും വെയിൻ കിട്ടാത്ത രീതിയിൽ അത്രയും അവസ്ഥ നിലയിലായി പോയി. അപ്പൊ ദൈവം സഹായിച്ച് 5-ാം മാസം ഇവിടെ നിന്ന് കയറി പോകുമ്പോ 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് ഒരു സംഭവം നടക്കും. 5-ാം മാസം കയറി പോണേന് 2 ആഴ്ച മുമ്പ്, അല്ല 3-ാം മാസം കണ്ടായി കഴിഞ്ഞപ്പോ, 3 കുറച്ചും കൂടി വയറൊക്കെ ആയിട്ട് 3 5-ാം മാസമാണ് എന്റെ ഓർമ്മ. 5-ാം മാസമാണ്. കാരണം നാട്ടില് അതായത് എനിക്ക് ഇനി ഇവിടുന്ന് കെയർ ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയാണ്. കാരണം 7-ാം മാസത്തെ സ്കാനിങ്ങിന് 5-ാം മാസത്തെ 7-ാം മാസത്തെ സ്കാൻ അല്ലെ 5-ാം മാസത്തെ സ്കാനിങ്ങിന് ഭയങ്കര പൈസ അങ്ങനെ എന്തോ പറഞ്ഞു അല്ലേ, 5-ാമത്തെ അനോമലി സ്കാൻ കുറച്ച് പൈസയാവും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ. പിന്നെ അത് മാത്രല്ല, എനിക്ക് ഛർദിക്കുമ്പോ എനിക്കൊരാള് കൂടെ വേണം. കാരണം ഞാൻ ഭയങ്കര പ്രഷർ ചെയ്തിട്ട് ഛർദിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാ. അപ്പൊ ഞങ്ങള് അമ്മ ആരും ഇല്ലാണ്ട് ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആണല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ ചാച്ചൻ ജോലിക്ക് പോവും, പിന്നെ അനിയനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ എനിക്ക് ഇവനും ആണെങ്കിൽ ഫസ്റ്റത്തെ പ്രഗ്നൻസി ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ മാസം ഇങ്ങനെ കൂടുന്തോറും ടെൻഷനായി തുടങ്ങി. അപ്പൊ പിന്നെ വിചാരിച്ചു, പിന്നെ പോരാത്തതിന് ഇവിടെ ഡെലിവറി നടത്താനായിട്ടുള്ള ഫിനാൻഷ്യലി നമ്മള് ഓക്കെ ആയിരുന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും നാട്ടിൽ പോകാൻ. അപ്പൊ നാട്ടിൽ പോകാനുള്ള പ്ലാൻ 5-ാം മാസത്തേക്ക് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അന്ന് നിശ്ചയിച്ചിട്ട് എന്നുള്ള കുറെ കടക പിടിച്ചിട്ടുണ്ടോ, അതൊക്കെ കൊടുത്തു തീർത്തു. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ കടം ചോദിക്കാൻ പറ്റിയ ആൾക്കാരായിരുന്നു ജാക്സൺ, അണിച്ചേച്ചി, ജെറി, അപ്സാർക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 5-ാം മാസം വരെ ഇവളെ എങ്ങനെ കെയർ ചെയ്ത് നിങ്ങൾ ഇവളോട് ചോദിച്ചു നോക്കണേ, എന്നെ എങ്ങനെ കെയർ ചെയ്തെന്ന് ചോദിച്ചു. എന്നെ എന്താ പറയാ, കൈവെള്ളയിലാണ് കൊണ്ടുവരുന്നത്. എന്നെ അതായത് ചാച്ചൻ എന്നെ വരെ വെയിറ്റ് ചെയ്യാൻ പറയും, കുളിക്കണ്ട, ബാത്റൂമിൽ പോവണ്ട, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വേഗം വരാം. എന്നിട്ട് ചാച്ചൻ വന്നിട്ട് എന്നെ കുളിപ്പിക്കുള്ളായിരുന്നു. കാരണം
തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ചാച്ചൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഏത് സമയത്താണോ വരുന്നത് ആ സമയത്ത് എന്നെ കൊണ്ടുപോയി കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകാനാണെങ്കിൽ ആള് വെയിറ്റ് ചെയ്യും അവിടെ. അത് ഒറ്റയ്ക്ക് എന്നെ എങ്ങും ബാത്റൂമിലേക്കായാലും കൈ കഴുകാനായാലും എന്നെ വിടൂലായിരുന്നു. ഈവൻ കിച്ചണിൽ ഒരു വെള്ളം എടുക്കണമെങ്കിൽ തന്നെ ഒന്നല്ലെങ്കിൽ ചാച്ചൻ എടുത്തു തരാം, അല്ലെങ്കിൽ അനിയനുണ്ടെങ്കിൽ അവൻ എടുത്തു തരാറുള്ളത്. പേടിച്ചിട്ടാണോ? വേറെ ഒന്നുമില്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് കുട്ടിക്കൊന്നും പറ്റരുത്, ഭാര്യയ്ക്കൊന്നും പറ്റരുന്നുള്ള ചിന്തയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ കണ്ണ് വെട്ടിച്ച്, ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് രണ്ട് മൂന്ന് ദിവസം എന്തായാലും കരഞ്ഞിട്ടുണ്ടല്ലേ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നൊന്നര ടെൻഷനായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉച്ച സമയത്തുള്ള ഞാൻ വരിക. അപ്പൊ അനിയൻ ഫുഡൊക്കെ വെച്ചിട്ട് അന്ന് നമുക്ക് ഒരു ഷെയറിംഗ് റൂമില്ല, ഞാൻ കട്ടിലിരുന്ന് കഴിക്കുന്നു. അത്രയും നേരം ഇവളിവിടെ കിടക്കുന്നു, ഞാനിങ്ങനെ കഴിക്കുന്നു, ഡോർ ഇവിടെയാ. അപ്പൊ ഞാൻ ഇരുന്ന് കഴിക്കുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കില്ലേ, പെട്ടെന്നൊക്കെ ഇവിടെ കാണാണ്ടായി അപ്പം തന്നെ. അതായത് ഞാൻ പറയില്ലേ, ഇപ്പൊ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഞാനാണ് കൊണ്ടുപോണേ. പെട്ടെന്ന് ആളെ കാണാണ്ടായപ്പോഴേക്കും ഞാൻ എണീറ്റു, ഫുഡ് കഴിഞ്ഞോടൊന്ന് എണീറ്റ് വഴിക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് റിയാസ്കയുടെ വൈഫും കൂടി ഇവിടെ പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. എന്റെ നെഞ്ചങ്ങടെ ആന്തി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ 5-ാം മാസമായ ആള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചവിട്ടി നടുവടിച്ചോടെ വീണു. വീഴ്ച കണ്ടിട്ട് ശ്വാസം പോയി എൻ്റെ. അങ്ങനത്തെ സിറ്റുവേഷൻ. ഞാൻ വിചാരിച്ചു പോയി, കുട്ടി പോയി. ഞാൻ അവിടെ ഇരിക്കായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാനവളെ കൊണ്ടുപോണേ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ച് അതുവരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ച് പോയി. എനിക്ക് നല്ല ദേഷ്യം വന്നു. കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ കൈ കഴുകിയ ചാച്ചൻ കഴിച്ചു കഴിഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്യണ്ട, കാരണം ഇരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പൊ വേഗം കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. അത്രയും ഉള്ളി കൊണ്ടുവന്നിട്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നത്. പക്ഷെ ഇവള് വീണപ്പോ ഇനി ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ആകെ ടെൻഷനായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ റിയാസ്ക്ക് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്ക്, ചെക്ക് ചെയ്യും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് പേഴ്സിലൊന്നുമില്ല. ഓൾറെഡി എൻ്റെ ചേച്ചിയുടെ അടുത്ത് കുറേ കടം മേടിച്ചിട്ടുണ്ട്. ആ സമയത്ത് കടം മേടിക്കാനെങ്കിൽ ആരതും ബാക്കിയില്ല. ഞാൻ ചോദിച്ചില്ല. പിന്നെ ഈ സെഷൻ കഴിയേണ്ടി ഞാൻ അങ്ങനെ ആരും ആ സമയത്ത് മേടിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം, അടുത്ത സെഷൻ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടില്ല കേട്ടോ. ഇവള് വീണതിന് ശേഷം 3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ല. ലാസ്റ്റ് 4-ാം ദിവസം ഞാൻ സജീർക്ക് എടുത്തതിന് കാര്യം പറഞ്ഞു. സജീർക്കനോട് ചോദിച്ചാൽ എന്താ വിഷമം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കേസ് പറഞ്ഞു. ഇതെന്താ നീ പറയാണ്ടിരുന്നതൊക്കെ പറഞ്ഞു. സജീർക്ക് കുറച്ച് ചീത്ത പറഞ്ഞു. സജീർക്ക് പൈസ അയച്ചു തന്നിട്ട് എന്നോട് പോയി കാണിക്കാൻ പറഞ്ഞു. പോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല, രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. അപ്പോഴാണോ സമാധാനമായി. പക്ഷെ അതുവരെ ഫുള്ള് ടെൻഷൻ, രാത്രി ഇരുന്ന് കരയാ, പോയിന്റാവും, എന്താ പറ്റി ഒന്നും അറിയില്ല. കാരണം 5-ാം മാസത്തില് ഇതിനകത്ത് വലിയ അനക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി നഴ്സ്, അപ്പൊ ആളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ബ്ലീഡിങ്ങും ബ്ലഡ് സ്റ്റെയിനും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഹോസ്പിറ്റലിൽ പോയി നോക്കാൻ പറഞ്ഞായിരുന്നു. ഡെലിവറി നാട്ടിലായിരുന്നു. അത് ആ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ പറഞ്ഞ് ഇവള് പോയി. പിന്നെ അവിടെ നിന്ന് പൈസ ഒക്കെ സേവ് ചെയ്ത് രാജകീയയിലാണ് ഡെലിവറി നടത്തിയത്. കാരണം ഈ 5-ാം മാസം ആയപ്പോഴേക്കും അവിടെ നിന്ന് ഡെലിവറിക്ക് ഏതാണ്ട് 1 lakhന്റെ അടുത്തെന്തോ ആയി. ഡെലിവറിക്ക് 78 എന്തോ ആയുള്ളൂ രാജഗിരിയിൽ. അപ്പം അത്രയും ആയപ്പോൾ ഇവിടുത്തെ ഈ 5-ാം മാസം ആലോചിച്ച് 2 ഡെലിവറിയുടെ കാശ് ഇവിടെ കളഞ്ഞു. 2 ഡെലിവറിയുടെ കാശിന് UAE പോയ. അതായത് കൺസൾട്ടേഷൻ, ഡ്രിപ്പിടല്, സ്കാനിങ് എല്ലാം കൂടെ 2 ഡെലിവറിയുടെ കാശ് ഇവിടെ കളഞ്ഞു. അപ്പം അവിടെ പോയി ഇപ്പോൾ 78 ഡെലിവറി കഴിഞ്ഞ് കുട്ടീനെ കിട്ടി, കുട്ടിയുടെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ ഡെലിവറി അടിപൊളി നടന്നു കേട്ടോ. ചാച്ചന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മറ്റേ ലേബർ റൂമിൽ കയറിയിട്ട്? ലേബർ റൂമിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരുപാട് ചോരയൊക്കെ ഉണ്ട് തള്ളുന്ന ആളാണ് ഞാൻ. അപ്പം ഇവളിങ്ങനെ പറയുന്നുണ്ട് ഡെലിവറിക്ക് റൂമിൽ. അപ്പം എനിക്ക് മെയിൻ ആയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഡെലിവറി സമയത്ത് ചാച്ചൻ കൂടെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാജഗിരി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലരും പറഞ്ഞ് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം കൊണ്ടും എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് കെയറിങ് ആയാലും സർവീസ് ആയാലും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി രാജഗിരിയിലാണ്. എൻ്റെ ചേച്ചിമാരൊക്കെ അവിടെയാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ അവിടെ ചെയ്യാം, അതാകുമ്പോൾ ലേബർ റൂമിൽ ഫുള്ള് ചാച്ചൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യം ചേച്ചിക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ഒരു ഡെലിവറി കഴിഞ്ഞ ഗ്യാപ്പിലാണ് അടുത്ത ഡെലിവറിക്ക് എനിക്ക് ധൈര്യം എന്ന് പറഞ്ഞത് മനുഷ്യനാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഫസ്റ്റ് പ്രഗ്നന്റ് ആയപ്പോ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ചെയ്യും, എന്തൊരു വേദന തിന്നണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഈ മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ള കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡെലിവറി ആയി കഴിഞ്ഞാലും ഞാൻ കൂളായിട്ട് തന്നെയാണ് പോയത്.
ഡെലിവറിക്ക് കയറ്റുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച കേസ് ഒന്നും എപ്പിഡൂറിൽ എടുപ്പിക്കില്ല. അതേപോലെ തന്നെ നോർമൽ ഡെലിവറി തന്നെ വേണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ചില ആളുകളുണ്ട് കേട്ടോ, നോർമൽ ഡെലിവറി ആവണം എന്ന് ആഗ്രഹിച്ചു പോയാലും കുറേ നോർമൽ ഡെലിവറിയുടെ വേദനയും തിന്നണം, അവസാനം പറ്റാണ്ടാവുമ്പോൾ സി സെക്ഷൻ ചെയ്യും. അത് ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ചാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് മാക്സിമം നോർമൽ ഡെലിവറി ആവണം എന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പിഡ്യൂറിൽ എടുക്കൂല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പിഡ്യൂറിൽ എടുത്തവർക്ക് കുറെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ടുള്ള കാരണം എപ്പിഡ്യൂറിന്റെ ആവശ്യമില്ല, എന്തായാലും നമ്മൾ പ്രസവിക്കണം. ഈ എപ്പിഡ്യൂറിൽ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം വേദന തിന്നണം. അപ്പോൾ പിന്നെ ആ ഒരു വേദന ഒരുമിച്ച് തിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് എപ്പിഡ്യൂറിൽ എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലും അതേപോലെ മാക്സിമം നോർമൽ ഡെലിവറി ആക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, മാക്സിമം അവർ ട്രൈ ചെയ്യും നോർമൽ ഡെലിവറി ആക്കാനായിട്ട്. ഈ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരധികം വെയിറ്റ് ഒന്നും ചെയ്യില്ല, അപ്പോൾ തന്നെ സി സെക്ഷൻ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ അവിടെ. അപ്പൊ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എത്ര മണിക്ക് കയറ്റി? അതിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങള് എനിക്ക് തോന്നുന്നു 3-4 ദിവസം മുമ്പ് നമ്മൾ അഡ്മിറ്റ് ആയി. അതായത് ഡ്യൂ ഡേറ്റിന് ഒരു 4-5 ദിവസം മുന്നേ നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറയും. കാരണം അറ്റെത്തുമ്പോഴത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത് വരേണ്ട ബുദ്ധിമുട്ട് വരാൻ പാടില്ലാത്തത് കൊണ്ട് നേരത്തെ തന്നെ അഡ്മിറ്റ് ആയിട്ട് അവർ മെഡിസിൻ പെയിൻ വരാനായിട്ട് മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അഡ്മിറ്റ് ആവുമ്പോൾ എന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അഡ്മിറ്റ് ആയി, അപ്പൊ രാത്രി പുലർച്ചയ്ക്ക് ആകുമ്പോഴേക്കും കുട്ടിയാവും എന്നുള്ള വേഗം പ്രസവിക്കുക, കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോവാം. ടൈം അല്ലേ നമ്മുടെ വിചാരം, അഡ്മിറ്റ് ആവുന്നു നെക്സ്റ്റ് ഡേ പ്രസവിക്കുന്നതാണ്. അവിടെ ചെന്നു, ഫസ്റ്റ് ഡേ ചെന്നു, ടെൻഷൻ അടിച്ചിരിക്കുക. വെളുപ്പിന് എന്താ ഫോളി അങ്ങനെ എന്തോ ഒരു ബലൂൺ പോലെ സംഭവം വെച്ചിട്ട് ആ സംഭവം വെക്കും. ആ സംഭവം വെക്കുമ്പോ ഇടയ്ക്ക് പെയിൻ വരും, ഇടയ്ക്ക് പെയിൻ പോവും. 10 മിനിറ്റ് കൂടുമ്പോ എന്തോ പെയിൻ അങ്ങനെ എന്തോ വരുന്നില്ല. അത് മെഡിസിൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ വെളുപ്പിനൊക്കെ ആയി അത് വെച്ചപ്പോൾ എന്റെ വിചാരം അങ്ങനെയാണല്ലോ. പക്ഷെ അപ്പോഴും ആവല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെളുപ്പിന് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ടോ, അല്ല 2ാമത്തെ ദിവസം വെളുപ്പിനായി കഴിഞ്ഞപ്പോ ഇത് പോയി, എന്റെ വാട്ടർ ബ്രേക്ക് ആയി. അപ്പൊ തന്നെ ലേബർ റൂമിലേക്ക് കയറ്റി, വെളുപ്പിന് കയറ്റിയിട്ട് വെളുപ്പിന് കഴിഞ്ഞു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കഴിഞ്ഞു, ലഞ്ച് ടൈം കഴിഞ്ഞു. ഇതിപ്പോ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രസവിക്കണില്ല, അതായത് മറ്റേ ഇതായിട്ടില്ല, വികസനമായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ സമയത്തൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ. ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാല് ഇവളുടെ കൂടെ ഞാനുണ്ട്. ഇവളെ ഏതാണ്ട് നമ്മളെ തല്ലിയ, പിച്ച, ചവിട്ട, ഇങ്ങനത്തെ ഓരോരോ സ്വഭാവങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത് പ്രസവിക്കാൻ വന്നാണോ അതെ എന്നോട് വയലേക്ക് നിൽക്കാൻ കൊണ്ടുവന്ന പോലെ. എന്നെ എന്തൊക്കെയാ ചെയ്തത് ആ സമയം, അതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിക്കന്നെ. ഞാൻ ഇവിടെ അങ്ങനെ തല്ലി നോവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവള് ആ സമയത്ത് കയ്യും കണക്കില്ല, ഇവക്കത് തീരെ ഓർമ്മയില്ല. അമ്മാര് നോവിക്കലായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ പിച്ചല് മാറി കിട്ടിയപ്പോ തന്നെ എനിക്ക് ഏതാണ്ട് ഇനി അടുത്ത ഡെലിവറിന് കയറണ്ട അങ്ങനത്തെ ഒരു മൈൻഡായി. ഫുള്ള് ഉപദ്രവം നമ്മളെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോഴും ഒരു നേഴ്സ് ഇടയ്ക്ക് വന്നിട്ട് എപ്പിഡൂറിൽ എടുക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് വരും, എപ്പിഡൂറിൽ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, എപ്പിഡൂറിൽ എടുക്കട്ടെ, വേണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ. അപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് സംഭവം എനിക്ക് തോന്നുന്നു 4 മണി എന്തോ ആയി. 4 മണി എന്തേ കഴിഞ്ഞപ്പോ ഇവള് ഭയങ്കര കരച്ചിലായി. അപ്പൊ ആ സമയത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് നേഴ്സിനെ ഡോക്ടറേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വരുന്നു ആയില്ല. ഞാൻ പറഞ്ഞു നോക്കും ഭയങ്കര കരച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോ ഇവള് പറയണേ എപ്പിഡൂറിൽ നടക്കാം. എപ്പിഡൂറിൽ നടക്കാൻ. ഞാൻ പറഞ്ഞു വെയിറ്റ് പറ്റില്ല, എപ്പിഡൂറിൽ എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ എന്നെ മിരട്ട. അങ്ങനെ ഫുള്ള് മിരട്ടില് അപ്പൊ ലാസ്റ്റ് ആയപ്പോ കുറച്ചുകൂടി കരച്ചിലങ്ങോട് കൂടിയട്ടാ. കരച്ചിലങ്ങോട്ട് കൂടി. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നാ എപ്പിഡൂറിൽ എടുക്കാം. അതാ പറഞ്ഞേ എന്നാ എപ്പിഡൂറിൽ എടുക്കാം എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഇവളുടെ ബോധം പോയി. ഞാൻ പോയിട്ട് നേഴ്സിനോട് പേപ്പർ എവിടെ, പേന എവിടെ, സൈൻ ചെയ്യാനായിട്ട്, എപ്പിഡൂറിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പേപ്പർ മേടിച്ച് സൈൻ ചെയ്ത് കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തപ്പോ അവിടെ ഒരു ടീമുണ്ട്, ടീമുണ്ട് പറഞ്ഞു എപ്പിഡൂറിൽ എടുക്കാൻ പറ്റില്ല, ആളെ അബോധാവസ്ഥയിലിരിക്കുമ്പോ പറ്റില്ല, ഇതിങ്ങനെ നിവർന്ന് ഇരിക്കണം, എന്തോ 10 മിനിറ്റ് എങ്ങാണ്ട് നിവർന്ന് ഇരിക്കണം, എന്നാലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
എൻ്റെ ദൈവം അതുവരെ പൊക്കലിടെ കൊന്തയുണ്ടായിരുന്നു, അത് എടുത്തിട്ട് കൊന്തയില്ലാന്ന് തുടങ്ങിയ ഫുള്ള് പ്രാർത്ഥന. അപ്പോഴേക്കും ഡോക്ടർ വന്നു, അപ്പോഴേക്കും പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വികസനമായി. പിന്നെ നേരെ കസേരൊക്കെ മറ്റേ ചെയറുണ്ടല്ലോ, ചിന്താണ് എന്ത് എനിക്കറിയില്ല, ആ സാധനം, ഇവള് കിടന്ന ബെഡ് നേരെ കറക്കി എടുക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, തിയേറ്ററിൽ കയറ്റി സംഭവം എടുത്ത്. തിയേറ്ററിലല്ലാട്ടാ, തിയേറ്ററിലാ വേറെ റൂമിൽ, വേറെ റൂമിൽ, ഞാൻ തിയേറ്ററാന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ വേറെ റൂമിലോട്ട് കയറ്റി വേഗം ചെല്ലുന്നു, കുട്ടീനെ എടുക്കുന്നു. എൻ്റെ ഫസ്റ്റ് എൻ്റെ കയ്യിലേക്കാണ് കേട്ടോ, എൻ്റെ കയ്യിലേക്ക് ഒരു കുട്ടീനെ. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ചോര കുഞ്ഞിനെ അത് എന്നെ പോലെ തന്നെ ചിരിക്കുന്നത്, ഫസ്റ്റ് കിട്ടുമ്പോൾ തന്നെ ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വന്ന് ഞാനത് കൊണ്ടുവന്ന് ഇവളുടെ നെഞ്ചിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഇവളും കണ്ണു തുറന്നു, ഞാനും കണ്ടു, കൊച്ചിനെ കണ്ടു. അത്രയും നേരം എന്നിട്ട് ആ കൊച്ചിനെ എടുത്തിട്ട് ഒരു ലേച്ചിന്റെ താഴെ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ബോൾ എന്തോ കൊടുക്കുന്നു, റെഡ് കളറിൽ, ചുവന്ന കളറിൽ. ഇതെന്തോ കണ്ട എൻ്റെ ബോധം പോയി, അതില് എൻ്റെ കിളി പോയി. അത് എന്തിട്ടാണാവോ, നല്ല ചോരയൊക്കെ ആയിട്ടൊരു ഉണ്ട. ആ സാധനം എടുത്തു. അതോടുകൂടി എൻ്റെ റിലേ പോയി. പിന്നെ ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിയായ സന്തോഷം വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഫോട്ടോ കിടക്കുമ്പോ ഈ കറക്റ്റില്ലേ ആ സമയത്ത് കറക്റ്റ് എന്നെ പോലെ തന്നെ ഒരു സാധനം. അത് ആൺകുട്ടിയായിരുന്നു, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് പെൺകുട്ടിയാണ്, പക്ഷെ അത് ആൺകുട്ടിനോട് എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു ഗൈസ്, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ അത് ഇവക്ക് അത്രത്തോളം കംഫർട്ടും അത്രത്തോളം കെയറും കിട്ടിയോണ്ടാണ് ഇനിയും എത്ര വേണേലും പ്രസവിക്കാന്ന് ഇപ്പോൾ ഇപ്പോഴും പറയും. നിങ്ങൾ ചോദിച്ചേക്കും ഇപ്പോഴും പ്രസവിക്കാറുണ്ട്, പെൺകുട്ടി തന്നെ റെഡിയല്ലേ, ഒരു പെൺകൊച്ചു തന്നെ ഒരു ഇനിയും പ്രസവിക്കാൻ റെഡി. അതെ, അതിന് അത് വരണവരെ ഇനി പ്രസവിക്കാൻ റെഡിയാ. അത് ഇവിടെ എനിക്ക് വാക്കുന്നുണ്ട്. അങ്ങനെയാണ് പറയണ ഗൈസ്. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളൂ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും വായനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വിട്ടു വന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വികാരത്തിൽ വന്ന് പോയതാണ്, ക്ഷമിക്കണം. അല്ല, ഈ പ്രഗ്നൻസി ആയി നിൽക്കുന്ന കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ ആണുങ്ങളുടെ എന്താ പറയാനുള്ളത്? പ്രഗ്നൻസി ആയി നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ലീവ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ പോകണം. ആ സമയത്ത് വേറെ ആരും അവരെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊന്നും ആവില്ല. പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു എപ്പിഡോറിലും വേണ്ട, ഒരു സി സെക്ഷനും വേണ്ട. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, പലർക്കും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. പറ്റുന്നവര് മാക്സിമം അവരുടെ വൈഫിന്റെ കൂടെ. നമ്മൾ കൂടെ നിൽക്കുന്ന ആണുങ്ങൾക്ക് ഒരു ദില്ല് വേണം. റൂമിൽ കയറാൻ ഇവര് കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് താവോട്ട് പൊടിയാക്കും. അപ്പൊ തീരെ മനഃശക്തിയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സൈൻ ചെയ്ത് കൊടുക്കും. എനിക്ക് പിന്നെ ഞാൻ പറയാം, ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് അത് ഇവളെ ഇടിപ്പിക്കണ്ടെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ വരാം, നിങ്ങൾക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും വൈഫിന്റെ കൂടെ ഡെലിവറിക്ക് ലേബർ റൂമിൽ പോകണം. അതേപോലെ ഡെലിവറി സമയത്ത് കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും അതൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം. ആ ഒരു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 6 months ഒക്കെ വൈഫിന്റെ കൂടെ നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് കുട്ടിയാണ് ശേഷം ഉണ്ടാവും, വൈഫിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്കൊക്കെ പോകും. ഒരു 2 months ഞാൻ നിന്നിട്ടുള്ളൂ വൈഫിന്റെ കൂടെ, പക്ഷെ എന്നിട്ട് പോലും അവളുടെ ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടേ അതിൽ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ചിലർക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം, പിന്നെ പണ്ടത്തെ ആളുകൾ 1, 2 അല്ല 10, 12 പ്രസവിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അവർക്ക് ഉണ്ടായിട്ട് ആരും പറയുന്നില്ലല്ലോ. പക്ഷെ അമ്മായിമ്മനെ ആണുങ്ങളെയും പിടിച്ചിട്ട് വല്ല സ്ത്രീകളും ആദർന്ന് പറയും ഡിപ്രഷൻ ആണൊക്കെ. എല്ലാവരും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ആ സമയത്ത് നമുക്ക് ഒരു താങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് തന്നെ ഒരു ദിവസമൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചെനിപ്പിച്ച് എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉറക്കം കിട്ടാൻ 2 ദിവസം പിടിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, ഇച്ചിരി പാടാ. അത് ആലോചിച്ച് നോക്കിയാൽ മതി, ഉറക്കം കുറവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും എന്തായാലും കുട്ടിയെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പൊ അത് വൈഫിനോടൊക്കെ ഇടയ്ക്ക് ചോദിക്കാം, നീ ഓക്കെ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നീ ഹാപ്പി ആണോ, ഇത്രയും ചോദിച്ചാൽ മതി. അവർക്ക് വലിയ പോലെ ഓക്കെ ആണോ ഹെൽപ്പ് ആണോ എന്ന് ചോദിച്ചിട്ട് പോയിട്ട് അടുത്ത കുട്ടി നാക്കരുത്. എനിക്ക് അങ്ങനെ ആയി, നിങ്ങൾക്ക് അങ്ങനെ ആവരുത്. ഓക്കെ ഗൈസ്, അപ്പൊ അത് അടുത്ത വീഡിയോയിൽ പറയാം, അടുത്ത കുട്ടിയുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു. ഓക്കെ, ബൈ.